7 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി. 13 സീറ്റുകളിൽ 11ലും ഇന്ത്യ സഖ്യം മുന്നിലാണ്. സിബി ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിരുന്നു തെരഞ്ഞെടുപ്പ്? ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റമാണല്ലോ. ഷമ്മി, തീർച്ചയായും 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇപ്പോൾ പുറത്തുവരുന്നത്. തമിഴ്നാട്, ബീഹാർ, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ എന്നിങ്ങനെ 7 സംസ്ഥാനങ്ങളിലായിരുന്നു ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. എന്തായാലും ആദ്യ ഫല സൂചനകൾ വരുമ്പോൾ തന്നെ ഇവിടെ പൂർണ്ണമായും ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണുന്നത്. ബി.ജെ.പിക്കും അല്ലെങ്കിൽ എൻ.ഡി.എക്ക് വലിയ തിരിച്ചടിയാണ് ഈ ഒരു ആദ്യ ഫല സൂചന തന്നെ നൽകുന്നത്. ഈ 13 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 2ഇടത്ത് മാത്രമാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് ഒരു ലീഡുള്ളത്. ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ 4ഇടത്തും തൃണമൂൽ കോൺഗ്രസിനാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. ബംഗാളിലെ റായ്ഗഞ്ച്, ബാഗ്ദ, മണിക്താല, രന്നഘട്ട് ദക്ഷിൺ മണ്ഡലങ്ങളിലാണ് അവിടെ തൃണമൂൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നത്. മറ്റൊന്ന് 3 സംസ്ഥാനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഹിമാചലാണ്. ഹിമാചലിൽ കോൺഗ്രസ് 3 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുകയാണ്. അവിടെ ഹിമാചലിൽ ഇത്തരത്തിൽ നമുക്കറിയാം, അവിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നിലയും ബി.ജെ.പി കോൺഗ്രസിന്റെ 6 MLA-മാരെ അട്ടിമറിച്ചുകൊണ്ടെല്ലാം നിലയും വളരെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ട സംസ്ഥാനം കൂടിയാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഹിമാചലിൽ അവിടെ ബി.ജെ.പിയിലേക്ക്, കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് പോയ ആളുകൾ തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിന് ഏറെ നിർണായകം കൂടിയാണ് അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എന്നാലും ഹിമാചലിൽ 3ഇടത്തും ഡെഹ്റ, ഹാമിർപൂർ, നല്ലഗഞ്ച് ഈ 3ഇടത്തും കോൺഗ്രസ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിലെ ബദരിനാഥിലും മംഗളൂരിലും കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. ഉത്തരാഖണ്ഡിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം നിലയും ബി.ജെ.പിക്ക് എല്ലാ സീറ്റിലും വിജയം കിട്ടിയ ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തരാഖണ്ഡ്. പക്ഷേ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാകുന്നു എന്നുള്ളതും ഏറ്റവും രാഷ്ട്രീയമായ പ്രതിസന്ധി ബി.ജെ.പിയെ സംബന്ധിച്ച് ഉത്തരാഖണ്ഡിൽ ഉണ്ട് എന്നതിന് വ്യക്തമായ ഒരു സൂചനയാണ്. പഞ്ചാബിലേക്ക് പോയ പഞ്ചാബിൽ ജലന്ധറിൽ ആം ആദ്മി പാർട്ടി മുന്നിട്ട് നിൽക്കുന്നു. വെസ്റ്റ് ബീഹാറിൽ മാത്രമാണ് അവിടെ എൻ.ഡി.എ സഖ്യകക്ഷിയായ JDU രൂപവലിയിൽ മാത്രം മുന്നിട്ട് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലെ അമർവാടിയിലും ബി.ജെ.പി, അങ്ങനെ 2ഇടങ്ങളിൽ മാത്രമാണ് ബി.ജെ.പി മുന്നിട്ട് നിൽക്കുന്നത്. തമിഴ്നാട്ടിലെ വിക്രമണ്ഡിയിൽ തമിഴ്നാട്ടിലെ DMK ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഈ 13 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിന് കൃത്യമായ ഒരു മുൻതൂക്കം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം പ്രത്യേകിച്ച് NDA ഒരു മുന്നണി വീണ്ടും അധികാരത്തിലേറിയ ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി ഇന്ത്യ സഖ്യത്തിന് ലീഡ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമായ പ്രതിസന്ധി ബി.ജെ.പിയെ സംബന്ധിച്ചുണ്ടാകാൻ പോകുന്നത്. ഷമ്മി, സിബി, വെസ്റ്റ് ബംഗാളിൽ 4 സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. 4ഇടത്തും TMC ആണ് മുന്നിൽ എന്ന് പറയുന്നു. അവിടുത്തെ ഒരു മത്സര ചിത്രം എങ്ങനെയായിരുന്നു? നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TMC വലിയ മുന്നേറ്റം അവിടെ നേടി. അതിനുശേഷം വലിയ തോതിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ അതിക്രമം TMC അഴിച്ചുവിടുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമം അഴിച്ചുവിടുന്നു. ജനങ്ങൾക്ക് ഭീതിരഹിതമായി വോട്ട് ചെയ്യാൻ പോകാൻ പറ്റാത്ത സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. ആ രീതിയിൽ വലിയ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം ആ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. സിബി, ഷമ്മി, പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ ഒരു രാഷ്ട്രീയമായ വലിയ പ്രതിസന്ധിയും പ്രത്യേകിച്ച് ബൂത്തുകൾ പിടിച്ചടക്കമുള്ള വലിയ ഒരു സംഘർഷത്തിലേക്കെല്ലാം നിലയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നീങ്ങിയിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുണ്ടായ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട സമ്മേളനം നടന്നത് പശ്ചിമ ബംഗാളിൽ മാത്രമായിരുന്നു. അവിടെ പശ്ചിമ ബംഗാളിലെ റായ്ഗഞ്ച്, ബാഗ്ദ, മണിക്താല, രന്നഘട്ട് ദക്ഷിൺ എന്നീ മണ്ഡലങ്ങളാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെല്ലാം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നതാണ്. തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പിയും എല്ലാം നിലയും നേരെ ഏറ്റുമുട്ടുന്ന ചില മണ്ഡലങ്ങൾ കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പോരാട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, സന്ദേശ് കാലി വിഷയമടക്കാൻ എല്ലാം നിലയും വലിയ രീതിയിൽ രാഷ്ട്രീയമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അങ്ങനെ ആ ഒരു നിലയിൽ നോക്കുമ്പോൾ അവിടെ എല്ലാം നിലയും പല സംഘർഷങ്ങളെല്ലാം നിലയും അവിടെ വേദിയാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് മുന്നേറ്റം എന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഷമ്മി, രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിൽ 13 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ 11 ഇടങ്ങളിലും ഇന്ത്യ സഖ്യ കക്ഷികൾ മുന്നിൽ നിൽക്കുന്നു എന്നാണ് സിബി റിപ്പോർട്ട് ചെയ്യുന്നത്.